ബില്ല് കൊടുത്തുന്ന്. ആര്? അർജുന സാറ്. ആര് പറഞ്ഞു അയാളോട് കൊടുക്കാൻ? ആ മനുഷ്യൻ എന്റെ മകന്റെ ഹോസ്പിറ്റൽ ബിൽ എത്രയാണ് സർ? മടക്കി തരാനാണോ? അതെ. മകന് വേണ്ടി കുറച്ച് പണം ചെലവാക്കാനുള്ള ബാധ്യത എനിക്കുമില്ലേ? ഇല്ല. നിങ്ങൾ എനിക്കും എന്റെ കുഞ്ഞിനെ വേണ്ടി യാതൊരു ഔദാര്യവും കാണിക്കാൻ പാടില്ല. മേലിൽ ഇങ്ങനെ സംഭവിച്ചാൽ അന്ന് ഞാൻ ഈ ഉദ്യോഗം രാജിവെച്ച് ഇറങ്ങിപ്പോവും. എന്റെ നാട്ടിലേക്കോ വീട്ടിലേക്കോ ആയിരിക്കില്ല ഞാൻ പോകുന്നത്. ഒരു പക്ഷേ മാനഭയം ഓർത്ത് മക്കളെ കൊന്ന് ആത്മഹത്യ ചെയ്ത അമ്മമാരുടെ കൂട്ടത്തിലാവും ഞാൻ. ബില്ല് എത്രയാണ്? 530 രൂപ. അമ്മ വരുന്ന കണ്ടില്ലേ? മോന്റെ അമ്മ വരുന്ന കണ്ടില്ലേ? ആരാ വരുന്ന നോക്ക്. കല്യാണിയമ്മേ, എന്നെ വിളിച്ചോ? നിങ്ങളുടെ അടുത്ത് ഞാൻ മോനെ ഏൽപ്പിച്ചിട്ട് പോയത് കണ്ടവരുടെയൊക്കെ കയ്യിലെടുത്ത് കൊടുക്കാനല്ല. അവര് ചോദിച്ചു കുഞ്ഞിനെ. അപ്പൊ ആര് ചോദിച്ചാലും നിങ്ങൾ അവനെ കൊടുക്കുമല്ലേ? അല്ല, ഒന്ന് പോകുന്നുണ്ടോ എന്റെ മുമ്പിൽ നിന്ന്? എന്താ ഇത്? കൊച്ചു കുട്ടികളെ പോലെ ഇത്ര ഇറിറ്റേറ്റഡ് ആവാൻ എന്തുണ്ടായി? വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. മറ്റുള്ളവരൊക്കെ കാണും കേട്ടോ. അച്ഛമ്മയുടെ മണിമുത്തേ, മന്ദാരമുത്തേ. വേണ്ട 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 വേണ്ട. വാ മോനെ. ഇല്ല, അവൻ അച്ഛമ്മയുടെ ഇണങ്ങിപ്പോയി. ഞാൻ കുഞ്ഞിനെ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ മോളെ? വേണ്ട, ഉടനെ ഇങ്ങ് കൊണ്ടുവരാം. വേണ്ട, വാ മോനെ. കരയാ മോനെ. കരയിക്കല്ലേ മോളെ? ഞാൻ ഉടനെ ഇങ്ങ് കൊണ്ടുവരാം. കരയിക്കരുത്, പനി മാറിയിരിക്കുന്ന കുഞ്ഞാണ്. വീണ്ടും പനി തന്നെ കൂടുതൽ. മക്കള് വാടാ വാട കുട്ട. ഞാൻ അവനെ ഉടനെ ഇങ്ങ് കൊണ്ടുവരാം. വേണ്ട വേണ്ട, കരയല്ലേടാ മോനെ, കരയല്ലേ. താങ്കുട്ടം കരയല്ലേ. നീ എന്തിനാ എത്ര വിഷമിക്കുന്നേ? കുഞ്ഞിനെ ഒരുങ്ങി കൊണ്ടിരില്ലേ? ഓടി അവിടുന്ന്. എന്തിതെന്ന് പറയാൻ ആകെപ്പാടെ എനിക്കുള്ളത് എന്റെ മോൻ മാത്രം. എല്ലാവരും കൂടി എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ തുടങ്ങാണ്. നശിച്ച ജോലി വലിച്ചെറിഞ്ഞ് ഈ നരകത്തിൽ നിന്ന് പോകാതെ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല.
എന്താ ഇത്? എന്റെ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ. ലതയ്ക്ക് ഇപ്പോ ഒരു ട്രാൻസ്ഫറിന്റെ ആവശ്യം? കാരണം ഞാനതിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആവശ്യപ്പെടാനുള്ള കാരണം ഞാനാണല്ലേ? എന്ന് എഴുതിയിട്ടില്ലല്ലോ. എഴുതിയിട്ടില്ല, പക്ഷേ എനിക്കിപ്പം കോമൺ സെൻസ് ഉണ്ട്. ഈ ജില്ലയിൽ തന്നെ ആവുമ്പോ എല്ലാവർക്കും മെയിൻ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യാനായിരിക്കും ഇഷ്ടം. എന്താ അങ്ങനെയല്ലേ? എന്ത് വേണമെങ്കിലും ഊഹിക്കാം. ലതയ്ക്ക് ഇവിടെ നിന്ന് ട്രാൻസ്ഫർ തരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ ഈ ഓഫീസിലുള്ളിടത്തോളം കാലം ആര് വേണമെങ്കിലും റെക്കമെൻഡേഷനുമായി വന്നോട്ടെ, ലതയ്ക്ക് ഞാൻ ട്രാൻസ്ഫർ തരില്ല. ഞാൻ ലതികയെ വിളിപ്പിച്ചത് ആരുടെയെങ്കിലും പ്രേരണ കൊണ്ടാണ് തെറ്റിദ്ധരിക്കുന്നത്. വാസ്തവത്തിൽ അർജുനന്റെ വിവാഹം ഒരു ചതിയായിരുന്നു. ആദ്യ രാത്രി ബോധം കെട്ട് കിടക്കുന്ന വിഷയം ഞാൻ പരിശോധിച്ചപ്പോഴാണ് അവളൊരു ഹാർട്ട് പേഷ്യന്റ് ആണെന്ന് എനിക്ക് മനസ്സിലായത്. ആ വിവരമറിഞ്ഞ അർജുനൻ ആകെ തളർന്നു. ഉഷയെ ഉപേക്ഷിക്കാൻ ഞാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞെന്താണെന്നറിയാമോ? ഉപേക്ഷിച്ചു എന്ന വാർത്ത കേൾക്കാനുള്ള ശക്തി ആ ഹൃദയത്തിൽ ഉണ്ടാവുമോ എന്നാണ്. അതിനുശേഷമുള്ള അവന്റെ ജീവിതം നമുക്ക് ഊഹിക്കാവുന്നതിലേ ഉള്ളൂ. യഥാർത്ഥത്തിൽ വിവാഹം കഴിച്ചിട്ടും അവനൊരു ബാച്ചലറായി. ഡോക്ടർ കൂട്ടുകാരന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കായിരിക്കും. നടക്കാൻ പാടാത്ത എല്ലാം നടന്നു. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടെന്താ കാര്യം? സത്യത്തിലൊരു കാര്യം പറയും, ഞാൻ ഉൾപ്പെടെ പലരും അവനോട് രണ്ടാം വിവാഹം കഴിക്കാൻ പറഞ്ഞതാണ്. പക്ഷെ അവൻ ലതികയ്ക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുകയായിരുന്നു. അകത്തോട്ട് വരാമോ? ആരെ കാണിക്കാനാണ് ഈ ജാടയല്ല? നിന്റെ കഥയെല്ലാം ഇന്ന് നാട്ടിൽ പാട്ടാണ്. ഞാൻ വന്ന ശേഷം നിന്നെ ഒന്ന് കാണാൻ വേണ്ടി പലയിടത്തും തിരക്കി. വെറുതെ കാണാനല്ല, നിന്നെയും അവനെ കൊന്നിട്ട് എനിക്ക് മരിക്കാൻ. ഒരു വേശ്യയുടെ സന്നദ്ധയാണെങ്കിലും ഈ കുഞ്ഞിനെ ഓർത്ത് ഞാനിപ്പോ പോകുന്നു. പക്ഷെ അവനെ ഞാൻ വെറുതെ വിടില്ല. എന്നെ തടയുന്നു.
എന്താണെന്ന് പറയുക. ഞാനും ലതികയായിട്ടുള്ള ബന്ധം നിനക്ക് അറിയില്ലായിരുന്നോടാ? അറിയാമായിരുന്നു. എന്നിട്ടാണോടാ റാസ്കൽ? നല്ല പാർട്ടികളാ. എവിടെയായിരുന്നു ഇതുവരെ? എത്ര നേരമായി ഞങ്ങൾ നിങ്ങളെയും കാത്തു നിൽക്കുന്നു. വിവരറിഞ്ഞ ചീഫിനെ ഇന്നലെ രാത്രി ആരോ കടപ്പുറത്ത് വെച്ച് ആക്രമിച്ചെന്ന്. മീൻ പിടിക്കാൻ പോയവരെ ആശുപത്രിയിലാക്കിയത്. ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോവാ. സമയമായി. പെട്ടെന്ന് കേറിക്കോ. ഒന്ന് വേഗം കേറുക. ഭാഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലമ്മേ. 2 ദിവസം റെസ്റ്റ് എടുത്താൽ മതി. മാറിക്കൊള്ളു. യെസ് കമിൻ. എല്ലാവരും ഉണ്ടല്ലോ. സംഭവം എങ്ങനെയാണെന്ന് നിനക്ക് തീരെ ഓർമ്മയില്ലേ? പെട്ടെന്നുണ്ടായ അറ്റാക്ക് അല്ലേടാ. ആരെങ്കിലും കണ്ടാ തിരിച്ചറിയോ? അവര് മോക്കമൊക്കെ മറിച്ചിരുന്നു. ലതികെ, കുഞ്ഞിന് വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല, സുഖായിരിക്കുന്നു.